പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബസ വെർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വർക്കബി. ഞാൻ ആഷിഖ് ജോയ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചില അപകടം പിടിച്ച ചില ഡിവോഷൻസ്, അതുപോലെ തന്നെ SSPXനെ കുറിച്ചിട്ട് വെനറബിൾ ഫുൾട്ടൻ ജേഷിൻ 1978 ഒരു വീട്ടമ്മക്ക് എഴുതിയ ഒരു ലെറ്ററാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. സോ അതിലോട്ട് വരുന്നതിന് മുൻപ് ആസ് യൂഷ്വൽ ലെറ്റ് us begin with a prayer. Pater noster, qui es in caelis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra, panem nostrum quotidianum, de nobis hodie, et dimitte nobis debita nostra, sic et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. അപ്പം SSPX കമ്മ്യൂണിറ്റിയെ കത്തോലിക്ക തിരുസഭ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് സംഭവങ്ങളാണ് സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് ധന്യനായ ഫുൾട്ടൻ ജേഷിൻ 1978 സെപ്റ്റംബർ 21 ഒരു ബാർബറ എന്ന് പറയുന്ന 8 പിള്ളേരുള്ള ഒരു വീട്ടമ്മക്ക് എഴുതിയൊരു കത്തുണ്ടായിരുന്നു. 1978 ആ ലെറ്റർ ധന്യനായ ഫുൾട്ടൻ ജേഷിൻ എഴുതിയത്. ഫുൾട്ടൻ ജേഷിനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പം ആ വീട്ടമ്മയുടെ സുഹൃത്തിനെ ഉപദേശിക്കാനാണ് ഫുൾട്ടൻ ജേഷിൻ ഈ ലെറ്റർ എഴുതിയത്. സോ അതിലോട്ട് വരുന്നതിന് മുൻപ് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഇതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യം തന്നെ, അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ഈ ലെറ്റർ ഒരു ട്രഡീഷണൽ കാത്തലിക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. അവർ പറയണത് ഇതെല്ലാം പാഷണ്ഡതയാണെന്നാണ്. എന്നിട്ട് എന്നെ ഗ്രൂപ്പിൽ നിന്ന് അവരെ റിമൂവ് ചെയ്തു. അപ്പോൾ അതിൽ വൈദികരുണ്ട്, യൂത്ത് പിള്ളേരുണ്ട്, മധ്യവയസ്കരായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ആ ഗ്രൂപ്പിൻ്റെ മാത്രം പ്രത്യേകതയല്ല, ഇത് കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണിത്. ഇതിൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അതിന് കാരണം ഞാൻ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഏകദേശം പിടികിട്ടും. അതായത് ഇങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ ഒരു ഭൂരിഭാഗം പേരും കരിസ്മാറ്റിക് ധ്യാനങ്ങളിലൂടെയാണ് ഈശോയെ വ്യക്തിപരമായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ധ്യാനം കൂടി ഈശോയെ വ്യക്തിപരമായിട്ട് അറിഞ്ഞ് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കണം എന്ന ചിന്തയുള്ള ഒരാൾക്ക് ഈശോയെയും സഭയെയും സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റത്തില്ല. ഇത് രണ്ടും ഒന്നാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് ലഭിക്കും. എന്നാൽ ഈശോ മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് പ്രൊട്ടസ്റ്റന്റ് സഭകളിലോട്ട് പോകുന്നത്. ഈശോയും സഭയും ഒന്നാണ്. ഈശോയുടെ ഭൗതിക ശരീരമാണ് സഭ. ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് സംഭവിച്ചാലും കത്തോലിക്ക തിരുസഭ വിട്ട് പോകരുത് എന്ന് നമ്മൾ എപ്പോഴും പറയുന്നതിൻ്റെ കാരണത. അപ്പോൾ ഇങ്ങനെ ഒരു നവീകരണ അനുഭവത്തിലോട്ട് വന്നു കഴിഞ്ഞിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കും? നമ്മൾ വിശുദ്ധി ജീവിക്കാൻ ശ്രമിക്കും. പ്രധാനമായിട്ടും വചനമനുസരിച്ച് ജീവിക്കാനാണ് ആദ്യം എല്ലാവരും ശ്രമിക്കുക. പിന്നീടാണ് സഭയുടെ പ്രബോധനങ്ങളിലോട്ടൊക്കെ നമ്മൾ പടിപടിയായിട്ട് കടന്നു ചെല്ലുന്നത്. അപ്പോൾ വചനം അനുസരിച്ചിട്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, വചനമനുസരിച്ചിട്ട് സഭക്കകത്ത് തന്നെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഒന്നാം കൽപ്പന ലംഘിക്കുന്ന സഭ ഏതാണെന്ന് ചോദിച്ചാൽ, പബ്ലിക്കായിട്ട് ലംഘിക്കുന്ന സഭ ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരള സഭയാണ്. നമുക്കതൊരിക്കലും നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇവൻ ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ അച്ഛൻ തന്നെ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഒന്നും യൂട്യൂബിലില്ല കേട്ടോ. പറഞ്ഞിട്ടുണ്ട്, ഈ കേരള സഭ ഇത്രയും പ്രശ്നം അനുഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഒന്നാം കൽപ്പനയുടെ ലംഘനമാണ്. ഇത് കഴിഞ്ഞിട്ടേ ഫിലിപ്പീൻസിലൊക്കെയുള്ള സഭകൾ വരുന്നുണ്ട്. ഫിലിപ്പീൻസിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കത്തോലിക്കരുടെ ഇടയിൽ അന്ധവിശ്വാസങ്ങളുണ്ട്. പക്ഷേ ഇവിടുത്തെ നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അവിടുത്തെ അന്ധവിശ്വാസങ്ങളോ വിജാതീയമായ ആചാരങ്ങളോ അവിടുത്തെ ചർച്ച് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ചർച്ച് അംഗീകരിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ സഭയിൽ ഇത് അംഗീകരിക്കുന്നുണ്ട്. അതിനുദാഹരണങ്ങളാണ്, ലോകത്തെ വേറെ എവിടെയും നമുക്ക് താലിയോ മന്ത്രകൂടിയും ഇല്ല, നമ്മുടെ ഈ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ യോഗ, അത് ചെയ്യാം, ഇത് കുഴപ്പമില്ല, എക്സസൈസായിട്ടൊക്കെ ചെയ്യാം എന്ന രീതിയിലെ സർക്കുലറൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഓണത്തെ പറ്റിയിട്ട് കഴിഞ്ഞ വർഷമാണ് സീറോ മലബാർ സഭ സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഈ വിഗ്രഹാർപ്പിത ഭക്ഷണത്തെ പറ്റിയിട്ടെല്ലാം, ഈ ഹലാൽ ഭക്ഷണത്തെ പറ്റിയിട്ട് ഒരു വിവാദം ഉണ്ടായിരുന്നപ്പം അതിനെ
തിരുത്തി നമ്മുടെ സഭ, അതൊന്നും കുഴപ്പമില്ല എന്ന രീതിയിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അതിന് വിജാതീയമായ കാര്യങ്ങളൊക്കെ അപ്രൂവൽ ലഭിക്കുകയാണ്. അപ്പോൾ ഒരു നവീകരണ അനുഭവത്തിലോട്ട് വന്നൊരു കത്തോലിക്കൻ അദ്ദേഹം നോക്കുമ്പം കത്തോലിക്ക സഭയിൽ വചനമനുസരിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ട്. സത്യത്തിൽ നേരെ തിരിച്ചല്ല വേണ്ടത്. ലോകത്തിലല്ലേ നമുക്ക് വചനം അനുസരിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ട് വരേണ്ടത്. കാരണം അത് ലോകത്തിലെ മനുഷ്യരാണ്, അവർക്ക് വചനം മനസ്സിലാവത്തില്ല. എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അത് രക്ഷയുടെ മാർഗമാകേണ്ടതിന് പകരം പെർസിക്യൂഷനാണ് സഭക്കകത്ത് നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഒരു സാധാരണ ഒരു വ്യക്തി, ഒരു ചെറുപ്പക്കാരൻ, അവൻ ഇങ്ങനെ കരിസ്മാറ്റിക് ധ്യാനം കൂടി നവീകരണ അനുഭവത്തിലോട്ട് വന്ന് നോക്കുമ്പോൾ അവനെ കൊണ്ട് സഭക്കകത്ത് വിശുദ്ധി ജീവിക്കാൻ പറ്റുന്നില്ല. ഞായറാഴ്ച അവൻ്റെ ഇടവകപ്പള്ളിയിൽ യോഗ ക്ലാസ്സാണ്, യോഗാ ദിനത്തോടനുബന്ധിച്ച്. ഇവനിത് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇവൻ ഫാദർ ഗബ്രിയേൽ അമോർത്തിൻ്റെതും അതുപോലെ മറ്റ് ബിഷപ്പന്മാരുടേതും സഭാപിതാക്കന്മാരുടേതും എല്ലാം ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഇവൻ അതിൽ പങ്കെടുക്കും? അപ്പോൾ ഇവൻ കൺഫ്യൂസ്ഡായി. അതുപോലെ ഓണപ്പരിപാടിയും വിഷു കുർബാനയും ഇങ്ങനെയുള്ളതൊന്നും ഇവന് പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. ഇവൻ തൻ്റെ വിശ്വാസ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ഇവന് ഹെൽപ്ഫുള്ളായിട്ടുള്ള വചനപ്രഘോഷകർ, അൽമാരായിട്ടുള്ള വചനപ്രഘോഷകർ, നമ്മുടെ ധ്യാന ഗുരുക്കന്മാർ, ഇവരാരും ഈ ഓണപരിപാടികൾ മറ്റൊന്നും ആഘോഷിക്കുന്നുമില്ല. ഇവരുടെ ധ്യാന കേന്ദ്രങ്ങളിലൊന്നും അന്നത്തെ ദിവസം ഒരു പരിപാടിയും ഇല്ല. അപ്പം പിന്നെ ഇവനെ എങ്ങനെ ഇവൻ്റെ ഇടവക പള്ളിയിൽ ഇതിൽ പങ്കുചേരും? അപ്പം ഇവൻ നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? നിലവിലെ ഇന്ത്യയിലെ സഭയിൽ വിജാതീയത പ്ലസ് മോഡേണിസം കലർന്ന ഒരു സ്പിരിച്വാലിറ്റിയാണ് ഉള്ളത്. ഇതിനെതിരെ പബ്ലിക് ഫിഗറായിട്ടുള്ള ബ്രദർമാരൊന്നും പ്രതികരിക്കത്തില്ല. വളരെ താഴ്ന്ന, വളരെ ചെറിയ രീതിയിൽ മിനിസ്ട്രിയൊക്കെ ചെയ്യുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊന്നും പബ്ലിക്കായിട്ട് അവർ ഒരിക്കലും എതിർക്കില്ല. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഡാനിലച്ചൻ അങ്ങനെ പറഞ്ഞു. പിന്നീട് ആ വീഡിയോ നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൈലബിൾ അല്ല. മുകളിൽ നിന്ന് നല്ല പ്രഷർ വരും ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ. കാരണം എന്താണ്, അവരുടെ ഒക്കെ ഈ സഭാപിതാക്കന്മാരൊക്കെ ഈ ഇൻ്റർ റിലീജിയസ് ഡയലോഗിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരും നമ്മളിങ്ങനെയൊക്കെ പോയാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വളരെ കർക്കശമായിട്ടുള്ള കാര്യങ്ങൾ അവർ പലപ്പോഴും പ്രോത്സാഹിപ്പിക്കാറില്ല. ഇത് പൊതുവായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മന്ദതയിലാണ് നമ്മുടെ കേരള സഭ പോകുന്നത്. ഇതാര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്? ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഈ വളർന്നു വരുന്ന ചെറുപ്പക്കാർ, ഒരു 15-നും 45-നും വയസ്സിനിടയിലുള്ളവർ. പിന്നീട് ഒരു കരിസ്മാറ്റിക് ധ്യാനം കൂടി ഓൾറെഡി ഒരു പാകപ്പെട്ട അവസ്ഥയിലുള്ള മധ്യവയസ്കരായിട്ടുള്ള ആൾക്കാരും ഇതെല്ലാം കണ്ട് മനം മടുത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവർ നോക്കുമ്പോൾ ഇവൻ പരിശുദ്ധ കുർബാനയിൽ പോലും ലിറ്റർജിക്കൽ അബ്യൂസാണ് നടക്കുന്നത്. പരിശുദ്ധ കുർബാനയുടെ ഇടയിൽ ആരതി ഒഴിയലും പിന്നെ എന്താണ് കാഴ്ചവെപ്പിൻ്റെ സമയത്തുള്ള നൃത്തവും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഈ കമ്മ്യൂണിയൻ പ്ലേറ്റ് ഇല്ലാത്ത അവസ്ഥ, ഓൾട്ടർ ഗേൾസ്, അതുപോലെ പരിശുദ്ധ കുർബാന കൈകളിൽ കൊടുക്കുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കുമ്പോഴും മനസ്സ് മടുത്തു. അപ്പോൾ ഇവരുടെ മുമ്പിൽ കൺഫ്യൂഷനായി വചനവും സഭയുടെ പ്രബോധനം അനുസരിച്ചിട്ട് ജീവിക്കണമോ അത് ഈ പറയുന്ന വിജാതീയത പ്ലസ് മോഡേണിസം കലർന്ന കത്തോലിക്ക വിശ്വാസം ഫോളോ ചെയ്യണമോ? ഇവരെ മനസാക്ഷി സമ്മതിക്കത്തില്ല ഇത് ഫോളോ ചെയ്യാൻ. പിന്നെ ഇവരുടെ മുമ്പിൽ ഓപ്ഷൻ എന്താണ്? ഈ പറയുന്ന വിശുദ്ധരും മുൻ മാർപ്പാപ്പന്മാരും ട്രഡീഷനും ഫോളോ ചെയ്യുന്ന ഗ്രൂപ്പുകളിലേക്ക് തിരിയുക എന്നത് മാത്രമേ ഇവരുടെ മുമ്പിലുള്ള ഓപ്ഷനുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് SSPX പോലെയുള്ള കമ്മ്യൂണിറ്റിയിൽ അവർ ചെന്നെത്തിപ്പെടുന്നത്. അപ്പം ഇവരെന്താണോ പുസ്തകങ്ങളിൽ നിന്നും യൂട്യൂബ് വീഡിയോസിൽ നിന്നൊക്കെ കണ്ട് പഠിച്ചത്, ഇതേ കാര്യം വെള്ളം ചേർക്കാതെ SSPX കമ്മ്യൂണിറ്റിയിലും മറ്റ് ട്രഡീഷണൽ കമ്മ്യൂണിറ്റിയിലും അടക്കം പഠിപ്പിക്കുന്നുണ്ട്. സോ ഇവരൊക്കെയാണ്. പക്ഷെ അവിടെ ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ ഈ ട്രഡീഷണൽ ഗ്രൂപ്പുകളിൽ തന്നെ പല വിഭാഗങ്ങളുള്ളതുകൊണ്ട് ഇത് എക്സ്ട്രീം ട്രഡീഷണലിസത്തിലോട്ട് പോകും എന്നൊരു അപകടം വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ പതിയെ സഭയിൽ നിന്ന് അകന്നു പോകുന്നൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ആരെ നമ്മൾ കുറ്റം പറയും? ഈ പിള്ളേർ അല്ലെങ്കിൽ ഇങ്ങനെ നവീകരണ അനുഭവത്തിലോട്ട് വന്നവരെ, അവർക്ക് വിശുദ്ധിയിലും മാന്യതയിലും ജീവിക്കണം എന്നുള്ളത് കൊണ്ട് അവരങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുകയാണ്. ഇങ്ങോട്ടേക്ക് അവർ വരാനേ പറ്റുന്നില്ല. എന്നാൽ ഇവിടെയുള്ള കത്തോലിക്കരാരാണ്? ഞായറാഴ്ച മാത്രം പള്ളിയിലൊക്കെ പോയി ഇങ്ങനെ പള്ളി കമ്മിറ്റിയിലൊക്കെയുള്ള
സ്ഥാനങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിച്ച് പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ച് എന്താണെങ്കിലും വിഷയമില്ല. പക്ഷേ ആത്മാക്കളുടെ രക്ഷ, ആത്മാവിൻ്റെ രക്ഷ, സ്വന്തം ആത്മാവിൻ്റെ രക്ഷയൊക്കെ പരിഗണിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ റവറൻസും പരിശുദ്ധ കുർബാനയിലെ ലിറ്റർജിക്കൽ അബ്യൂസും ഈ വിജാതീയതയും വിജാതീയ അനുകരണങ്ങളെല്ലാം വളരെ അവർക്ക് പ്രശ്നമാണ്. അതുകൊണ്ടാണ് അവർ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അവരോട് പറയാനാളില്ല, നിങ്ങൾ ഏത് ലിമിറ്റ് വരെ പോകണമെന്ന് പറയാൻ ആളില്ല. നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്, അത് ലോകം മുഴുവനുള്ളതാണ്. അവർ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമുള്ള ഒന്നും അവർ അംഗീകരിക്കത്തില്ല. അതായത് 12ാം പിയൂസ് പാപ്പയ്ക്ക് ശേഷമുള്ള ഒരു മാർപ്പാപ്പമാരെ അംഗീകരിക്കത്തില്ല, ഒരു കൗൺസിൽ അംഗീകരിക്കത്തില്ല, ഒരു പ്രൈവറ്റ് റെവലേഷൻസ് അംഗീകരിക്കത്തില്ല, ഒരു കാത്തലിക് ഡിവോഷൻസും അംഗീകരിക്കത്തില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് ഡിവൈൻ മേഴ്സി ചാപ്ലറ്റ്, ഈ കരുണക്കൊന്ത, അതുപോലെ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഈശോ കൊടുത്ത ദൈവകരുണയുടെ ഛായാചിത്രവും അതിനോടനുബന്ധിച്ച് ഭക്തിയെല്ലാം പാഷാണ്ഡതയാണ്. കാരണം അതെല്ലാം ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമാണ് ഇത് അംഗീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ മാർപ്പാപ്പന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ജോൺ പോൾ പാപ്പ ആയിക്കൊള്ളട്ടെ, ബെനഡിക്ട് പാപ്പ ആയിക്കൊള്ളട്ടെ, അവർക്കിത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്നുള്ളത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഓട്ടോമാറ്റിക്കലി അവർ പോലും അറിയാതെ അവർ സഭയിൽ നിന്ന് സെപ്പറേറ്റഡ് ആണ്. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം രണ്ടാം വത്തിക്കാൻ കൗൺസിലാണ്. എല്ലാവരുടെയും വിഷയം രണ്ടാം വത്തിക്കാൻ കൗൺസിലാണ്. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് വായിക്കുന്ന ആർക്കും തോന്നും ഇതിലെന്തോ പ്രശ്നമുണ്ടെന്നുള്ളത്. നമുക്ക് ഡിസഗ്രി ചെയ്യാം, പക്ഷേ ആസ് എ കാത്തലിക് നമുക്കിത് ഒരിക്കലും റിജക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാനിങ്ങനെ നോക്കി, നമ്മളെക്കാൾ മുൻപേ പോയവർ എന്താണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലെ പറ്റി അഭിപ്രായം പറഞ്ഞത്, അല്ലെങ്കിൽ ഈ കാരണം നമ്മളെക്കാളും നന്നായിട്ട് എഫക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ 1960s-ലും 1980s-നും ഇടയിൽ ജീവിച്ചിട്ടുള്ള ആൾക്കാർ. അവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ജനിച്ചു വീണത് തന്നെ ഒരു പുതിയൊരു നവീകരിക്കപ്പെട്ട ഒരു സഭയിലാണ്, അല്ലെങ്കിൽ പുതിയ കുർബാനയും എല്ലാം സാക്രമെൻറ്റ്സ് എല്ലാം മാറി പുതിയ ഫോമിലോട്ട് വന്ന ഒരു സഭയിലാണ് നമ്മൾ ജനിച്ചു വീണത്. അതായത് കരിസ്മാറ്റിക് സഭയിലാണ് നമ്മൾ ജനിച്ചു വീണത്. അതുകൊണ്ട് നമുക്ക് മാറ്റം മനസ്സിലാവത്തില്ല. മാറ്റം മനസ്സിലാവുന്ന ആർക്കാണ്? 1960-കളിൽ ജീവിച്ച് വന്ന് പരിശുദ്ധ കുർബാനയ്ക്ക് സ്വീകരിച്ച് പെട്ടെന്ന് പുതിയൊരു കുർബാന വരുന്നു, അവരുടേതായ ഭാഷയിലോട്ട് വരുന്നു, പഠനങ്ങളെല്ലാം മാറുന്നു. ഇവരെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അന്വേഷിച്ചത് ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള വിശുദ്ധർ അവരുടെ ഇതെന്തായിരുന്നു, അഭിപ്രായം എന്തായിരുന്നു എന്നുള്ളതാണ്. സോ ഞാൻ 2-3 ലിസ്റ്റ് എടുത്തു. ആരായിരുന്നു ഈ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന വിശുദ്ധരും വാഴ്ത്തപ്പെട്ടവരും ധന്യരും. അപ്പം ഇങ്ങനെയാണ് ലിസ്റ്റ്. വിശുദ്ധരുടെ പേര്: വിശുദ്ധ ജോൺ പോൾ 23-ാമൻ പാപ്പ. ജോൺ പോൾ 23-ാമൻ പാപ്പയാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചത്. പോൾ 6-ാമൻ പാപ്പ. നമ്മൾ ഇവർ രണ്ടുപേരാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ. പോൾ 6-ാമൻ പാപ്പയാണ് അത് കൺക്ലൂഡ് ചെയ്തത്. സോ നമുക്ക് തൽക്കാലം അവരെ പരിഗണിക്കുന്നില്ല. വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പ, വിശുദ്ധ പാത്രെ പിയോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വിശുദ്ധ പാത്രെ പിയോ, വിശുദ്ധ മദർ തെരേസ, വിശുദ്ധ ജോസ് മരിയ എസ്കരേവ, വിശുദ്ധ ജിയാന, പിന്നെ വാഴ്ത്തപ്പെട്ട ഫുൾട്ടൻ ജേഷീൻ, അതുപോലെ വാഴ്ത്തപ്പെട്ട അൽവാറോ, വിശുദ്ധനായ വിശുദ്ധ ജോൺ പോൾ 1-ാമൻ പാപ്പ, വിശുദ്ധ ബെനഡിക്ട്, വാഴ്ത്തപ്പെട്ട ബെനഡിക്ട് ദാസ്വ, വാഴ്ത്തപ്പെട്ട കൊഞ്ചിത, കരബന്താളിൽ കൊഞ്ചിതല്ല കേട്ടോ, പിന്നെ വെനറബിൾ മാർത്ത, വെനറബിൾ മദലൈൻ, വെനറബിൾ അലോഷ്യസ്. ഇവരൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വിശുദ്ധരാണ്. പുണ്യമായിട്ട് വിശുദ്ധ ജീവിതം നയിച്ച വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടാത്ത അനേകം ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുള്ള സഭ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത് 2-3 പേര്: വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പ, മറ്റൊന്ന് ബെനഡിക്ട് 16-ാമൻ പാപ്പ, വിശുദ്ധനല്ലെങ്കിലും നമുക്ക് അദ്ദേഹത്തെ പരിഗണിക്കാം. അതുപോലെ മദർ തെരേസ, ജോസ് മരിയ എസ്കരേവ, പിന്നെ ഫുൾട്ടൻ ജേഷീൻ. നമ്മൾ ഇവരെയൊക്കെ ഒന്ന് എടുത്തു നോക്കണം. വിശുദ്ധ പാത്രെ പിയോ, വളരെ ഇമ്പോർട്ടൻ്റ്. പാത്രെ പിയോ 1968 മരിക്കുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നടന്നത് 62-നും 65-നും ഇടയിലാണ്. അപ്പോൾ ഈ പറഞ്ഞ വിശുദ്ധരൊന്നും പബ്ലിക്കായിട്ട് ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ എതിർത്തിട്ടില്ല എന്നുള്ളതാണ്. ജോൺ പോൾ പാപ്പയ്ക്ക് വളരെ പോസിറ്റീവായിട്ടാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പയെ പറ്റിയിട്ട് പരിശുദ്ധ അമ്മ വളരെ അഭിമാനത്തോടു കൂടിയാണ്
ഈ പ്രൈവറ്റ് റെവലേഷൻസിലെല്ലാം സംസാരിച്ചിട്ടുള്ളത്. നമ്മുടെ ദിവ്യനാഥ വൈദികയോട് സംസാരിക്കുന്നു എന്ന പുസ്തകത്തിൽ മാതാവ് സ്വന്തം മകനെ പോലെയാണ് ജോൺ പോൾ പാപ്പയെ പറ്റി പറയുന്നത്. പിന്നീട് ബെനഡിക്ട് 16 പാപ്പ. അപ്പോൾ ബെനഡിക്ട് 16 പാപ്പയാണ് നമുക്കറിയാം ഈ 2009 തോന്നുന്നു, 2008 അറിയത്തില്ല, ഈ സുമ്മുറം പോണ്ടിഫും എന്ന ഒരു മോട്ടു പ്രോപ്പിയോ ഇറക്കിയിട്ട് ഈ ട്രഡീഷണൽ ലാറ്റിൻ മാസ് എല്ലാ വൈദികർക്കും അർപ്പിക്കാനുള്ള പെർമിഷൻ കൊടുത്തത്. അന്ന് വരെ അതിങ്ങനെ സപ്രസ് ചെയ്യപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത്രയും ഒരു മോഡേൺ കാലത്തെ ഒരു ട്രഡീഷണലിസ്റ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ബെനഡിക്ട് 16 പാപ്പ. അപ്പോൾ പാപ്പ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, മുൻ തലമുറകൾ വളരെ വിശദമായി കരുതിയത് നമുക്ക് ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ പറ്റത്തില്ല എന്ന രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ബെനഡിക്ട് പാപ്പ പോലും ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ മെമ്പറായിരുന്നു. അദ്ദേഹം അതിൻ്റെ ഒരു കീ ഫാക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊക്കെയാണ് വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ മാർപ്പാപ്പയായിരുന്നപ്പോൾ കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം എഴുതപ്പെട്ടത്. അതും രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ആ ചൈതന്യം ഉൾക്കൊണ്ട്. അപ്പോൾ ഇവരൊന്നും എന്താ ഇത് എതിർക്കാത്തത്? ഫുൾട്ടൻ ജേഷീനെ ഒന്നും എന്താ ഇത് എതിർക്കാത്തത് എന്നുള്ളതാണ് എന്നെ ചിന്തിപ്പിച്ച കാര്യം. അപ്പോൾ അവരെതിർക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ എതിർത്തിട്ട് എന്ത് കാര്യം? അപ്പോൾ ഒരു തിയോളജിയൻ പറഞ്ഞത് ഇങ്ങനെയാണ്, രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ തള്ളിക്കളയുന്നതും ഈ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ നിന്ന് ഇല്ലാതാക്കുന്നതും ഒരേ പാപമാണെന്ന് അദ്ദേഹം പറഞ്ഞത്. കാരണം ഇത് 2 ഗ്രൂപ്പ് ആൾക്കാരെ ഇത് ചെയ്തു കഴിഞ്ഞാൽ സഭയ്ക്ക് പുറത്താണ്. ഇവിടെയാണ് നമ്മൾ ഇതിന് അപകടം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാം, നമുക്ക് ഡിസഗ്രി ചെയ്യാം. ഓക്കെ, ഇന്ന ഈ ഡോക്യുമെൻറ്റിൽ ഇന്ന കാര്യം എനിക്ക് അങ്ങനെ അംഗീകരിക്കാൻ പറ്റാത്ത ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്കിത് റിജക്റ്റ് ചെയ്യാനുള്ള അധികാരം നമുക്കില്ല. അവിടെയാണ് നമ്മൾ ആസ് എ കാത്തലിക് നമ്മുടെ അനുസരണം നമ്മൾ കാണിക്കേണ്ടത്. അപ്പം ഈ ഒരു പശ്ചാത്തലം വെച്ചുകൊണ്ട് വേണം 1978 രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞ് പിന്നെയും ഒരു 10-12 വർഷം കഴിഞ്ഞിട്ടാണ് ഫുൾട്ടൻ ജേഷീൻ ഈ ലെറ്റർ എഴുതുന്നത്. അപ്പം ഈ ലെറ്ററിൽ ഫുൾട്ടൻ ജേഷീൻ ബാർബറ എന്ന് പറയുന്ന വീട്ടമ്മയോട് പറയാണ് തൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പറയണം SSPX കമ്മ്യൂണിറ്റിയിൽ നിന്നും മാറാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. അപ്പം ഇങ്ങനെയാണ് ഇദ്ദേഹം പറയണത്, പ്രിയപ്പെട്ട ബാർബറയ്ക്ക് താങ്കളുടെ ദയവുള്ള കത്തിന് ഞാൻ നന്ദി പറയുന്നു. 8 കൊച്ചുകുട്ടികളുടെ അമ്മ എന്ന നിലയിൽ ഞാൻ താങ്കളെ ഏറെ ആദരിക്കുന്നു. താങ്കൾ തിരക്കിലാണെങ്കിലും സന്തോഷവതിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. താങ്കളുടെ സുഹൃത്തിൻ്റെ മേൽ താങ്കൾക്ക് എന്തെങ്കിലും സ്വാധീനമുണ്ടെങ്കിൽ SSPX സൊസൈറ്റി ഓഫ് സെൻറ്റ് പയസ് X എന്ന് വിളിക്കപ്പെടുന്ന ആ വിഭാഗത്തിൽ നിന്ന് പിന്മാറാൻ അവരെ പ്രേരിപ്പിക്കണമെന്ന് ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കുന്നു. ഈ ഗ്രൂപ്പിന് സഭാപരമായ യാതൊരു അംഗീകാരവുമില്ല. തീർച്ചയായും ഇത് അവരെയും ഒരു പക്ഷേ അവരുടെ കുടുംബത്തെയും സഭാവിരുദ്ധതയിലേക്കും പാഷാണ്ഡതയിലേക്കും നയിച്ചേക്കാം. വത്തിക്കാൻ കൗൺസിൽ ആരാധനക്രമം നവീകരിക്കുന്നതിന് അംഗീകാരം നൽകിയിരുന്നു. ആ മാറ്റങ്ങളിൽ പരിശുദ്ധ കുർബാനയ്ക്കായി നിർദ്ദേശിക്കപ്പെട്ടവയും ഉൾപ്പെടുന്നു. പോൾ 6 മാർപ്പാപ്പ വരുത്തിയ മാറ്റങ്ങൾ വിശ്വാസ പ്രമാണപരമായ മാറ്റങ്ങളായിരുന്നില്ല. ഇതാണ് മെയിൻ പോയിന്റ് അവർ പറയണത്. നമ്മുടെ ഈ പറയുന്ന ഡോഗ്മാസ് ഒന്നും ഇവർ മാറ്റിയിട്ടില്ല. അവ കേവലം ലത്തീൻ ഭാഷയിൽ നിന്ന് പ്രാദേശിക ഭാഷയിലേക്കുള്ള മാറ്റങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളതാണ്. നൂറ്റാണ്ടുകളായി പരിശുദ്ധ കുർബാനയിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർത്താവ് ഒരിക്കലും ലത്തീൻ ഭാഷയിലല്ല കുർബാന അർപ്പിച്ചത്. അവിടുന്ന് അന്നത്തെ കാലത്തെ ഭാഷയാണ് ഉപയോഗിച്ചത്. തന്നെയുമല്ല, വിവർത്തനത്തിലെ മാറ്റം തിരുവചനങ്ങളുടെ അർത്ഥത്തിന് യാതൊരു കോട്ടവും വരുത്തുന്നില്ല. തിരുവെഴുത്തുകൾ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതും വ്യക്തവുമാക്കുന്ന വിവർത്തനങ്ങൾക്കായി ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ആരെങ്കിലും എനിക്ക് കത്തെഴുതാതെ ഞാൻ അവർക്ക് തിരിച്ച് കത്തെഴുതാറില്ലാത്തതിനാൽ ഞാൻ മിസ്സിസ് റിച്ചാർഡ്സിന് കത്തെഴുതുന്നില്ല. എത്രയും വേഗം ആ സഭാവിരുദ്ധ വിഭാഗത്തിൽ നിന്ന് അവർ പിന്മാറണമെന്ന് അവരോട് പറയാൻ ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കുന്നു. അല്ലാത്ത പക്ഷം ഒരു പക്ഷേ സഭയ്ക്ക് പുറത്താക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുന്ന അനന്തരഫലം അനുഭവിക്കേണ്ടി വന്നേക്കാം. അന്ന് 1978 ഈ അവസാനം പറഞ്ഞ കാര്യം ഈ 2026 നിറവേറിയത്. അപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ ഇന്നലത്തെ മഴയിൽ മുളച്ച തകരകൾ മാത്രമാണ്. കത്തോലിക്ക സഭ കഴിഞ്ഞ 2000 വർഷമായിട്ട് ഇവിടെയുണ്ട്. സോ എൻ്റെ ഒരു കൂട്ടുകാരൻ, അവൻ ഈ വിശ്വാസപരമായ കാര്യങ്ങളിൽ എപ്പോഴും കൺഫ്യൂസ്ഡാണ്. അതായത് പ്രത്യേകിച്ച് ഈ സ്വകാര്യ വെളിപാടുകൾ അല്ലെങ്കിൽ മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് എണ്ണ ഒഴുകുന്നു, അതൊഴുകുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിലേത് വിശ്വസിക്കണമെന്ന് അവനറിയത്തില്ല. അപ്പം ഞാൻ അവന് കൊടുത്തൊരു സൊല്യൂഷൻ ഇതാണ്, ഏതാണോ ചർച്ച് അപ്രൂവ്ഡ് അത് നമ്മൾ അംഗീകരിക്കുക. ഇപ്പം നമുക്കറിയാം ഈ കരുണയുടെ അവസാന മണിക്കൂർ എന്ന പുസ്തകത്തിൽ ഗുഡ് സമരിറ്റൻ ഓയിലിനെ പറ്റി പറയുന്നു. കഴിഞ്ഞ ദിവസം ഒരു ധ്യാനകേന്ദ്രത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഗുഡ് സമരിറ്റൻ ഓയിലിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം വീഡിയോ ചെയ്യുന്നു. എനിക്ക് കുറച്ച് പേര് അത് അയച്ചു തന്നു.
അപ്പം ഞാൻ ചോദിച്ചതൊരു കാര്യമാണ്, ഇതൊരു ആർച്ച് ബിഷപ്പ് അപ്രൂവ് ചെയ്തിട്ടുള്ളൊരു സന്ദേശമാണ്. അതിനെ മറികടന്ന് ഇത് തെറ്റാണെന്ന് പറയാനുള്ള റൈറ്റ് ആർക്കാണ് ഉള്ളത്? ഇത് അവിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഇത് വിശ്വസിക്കാതിരിക്കാം, ഇതെൻ്റെ മീൻസ് ഇത് വിശ്വസിച്ചില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ജീവിക്കാം. കാരണം ഇത് പ്രൈവറ്റ് റെവലേഷനാണ്, നമുക്ക് വിശ്വസിക്കേണ്ട യാതൊരു ബാധ്യതയില്ല. പക്ഷേ ഇത് തെറ്റാണെന്ന് പറയാനുള്ള റൈറ്റ് നമുക്കില്ല. അത് ഈ രൂപത ഈ ഷില്ലോങ്ങിലെ ആർച്ച് ബിഷപ്പിന് മാത്രമേ അതിനുള്ള റൈറ്റ് ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു കാര്യം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. സഭ എന്ത് പറയുന്നു? അപ്പോൾ ഇതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഇതിന് ഒരു 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 ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് ഞാൻ നിരവധി വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. സഭ ഡിവൈൻ ലോസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വരെ. നാളെ പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇല്ല എന്ന് പറഞ്ഞാലൊന്നും നമ്മൾ വിശ്വസിക്കാൻ ബാധ്യസ്ഥരല്ല. കാരണം ഈശോ ഉണ്ട് എന്ന് തന്നെയാണ് സഭയുടെ പഠനം. അപ്പോൾ പുൾട്ടൻ ജേഷ്യൻ, അതുപോലെ ബെനഡിക്ട് 16 പാപ്പയും ജോൺ പോൾ പാപ്പയും ഇവരെ പോലുള്ള വിശുദ്ധരൊന്നും രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെയോ അതിനുശേഷമുള്ള കാര്യങ്ങൾ എതിർത്തിട്ടില്ല. പിന്നെ നമ്മൾ ഇന്ന് കാണുന്ന പല ഈ പറയുന്ന വിജാതീയവൽക്കരണവും പരിശുദ്ധ കുർബാന കൈകളിൽ കൊടുക്കുന്നതും ലിറ്റർജിക്കൽ അബ്യൂസും ഇതൊക്കെ ഫോൾസ് സ്പിരിറ്റ് ഓഫ് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലാണ്. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രശ്നമല്ല. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന നുണ പറഞ്ഞുകൊണ്ട് പല ബിഷപ്പുമാരും വൈദികരും ചെയ്ത് കൂട്ടി വെച്ചിട്ടുള്ളതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് നമ്മൾ ഇന്ന് കുർബാന മധ്യേയും അല്ലെങ്കിൽ നമ്മുടെ കേരള സഭയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ കണ്ടു, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വെച്ചിട്ട് ഒരു വൈദികൻ തെളിയിക്കുകയാണ് കത്തോലിക്ക തിരുസഭയ്ക്ക് പുറത്ത് രക്ഷ ഉണ്ട് എന്ന്. അതായത് സഭയിൽ നിൽക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല, ഏത് സഭയിൽ വിശ്വസിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖ ഉപയോഗിച്ച് പഠിപ്പിക്കുന്ന വൈദികനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ കത്തോലിക്ക തിരുസഭയ്ക്ക് പുറത്തെ രക്ഷയില്ല, സഭക്കകത്തെ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖ ഉപയോഗിച്ച് പഠിപ്പിക്കുന്ന വൈദികരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പം കണ്ടോ, ഒരേ കാര്യത്തെ രണ്ട് പേര് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കുന്നത്. ഇവിടെയാണ് പ്രശ്നം. ഇതുപോലെയാണ് പരിശുദ്ധ കുർബാന കൈകളിൽ കൊടുക്കുന്നതും കുർബാനക്കിടയിലെ ഡാൻസും ഈ വിജാതീയവൽക്കരണം എല്ലാം രണ്ടാം വത്തിക്കാൻ കൗൺസിലിനല്ല പ്രശ്നം, അതിന് ശേഷമുള്ളത് ഫോൾസ് സ്പിരിറ്റ് ഓഫ് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. പക്ഷേ കുറ്റം മൊത്തം പോണത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിനാണ്. ഈ പറയുന്ന ബിഷപ്പ് അത്തനേഷ്യസ് സ്നൈഡറൊക്കെ പറയണത് അദ്ദേഹത്തിനും എതിരഭിപ്രായമുണ്ട് വത്തിക്കാൻ കൗൺസിലെ പല ഈ മറ്റ് മതസ്ഥരെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമുക്കത് മുൻ കൗൺസിലുകളിലെ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് അതിനെ നമുക്ക് വിശദീകരിക്കാം എന്നുള്ളതാണ്. പക്ഷെ അവരത് റിജക്റ്റ് ചെയ്യുന്നില്ല. അതാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നമുക്ക് ഡിസഗ്രി ചെയ്യാം, പക്ഷെ നമുക്കത് തള്ളിപ്പറയാനുള്ള യാതൊരുവിധ റൈറ്റും നമുക്കില്ല. നാളെ ഭാവിയിൽ ഒരു പക്ഷേ ഒരു മാർപ്പാപ്പ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തന്നെ അസാധുവാക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയും നല്ലത്, അത്രയും കൺഫ്യൂഷൻ ഒഴിവാക്കി കിട്ടും. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നടന്നിട്ടുണ്ട്. അത് കൗൺസിലിൽ നിർവീര്യമാക്കുന്നതല്ല, മരിച്ച ഒരു മാർപ്പാപ്പയുടെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ശേഷം വന്ന മാർപ്പാപ്പ വിചാരണ നടത്തിയിട്ട് അടക്കിയിട്ടുണ്ട്. അങ്ങനെ വരെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം പിന്നെ ഇതൊക്കെ ദൈവം വിചാരിച്ച് നടക്കാം. മാത്രമല്ല, ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഉള്ള മരിയൻ അപ്പാരിഷൻസിൽ നിരവധി പരിശുദ്ധ അമ്മയുടെ പ്രതിഷേധങ്ങളുണ്ടല്ലേ. നമ്മുടെ കേരളത്തിൽ പോലും ഇപ്പം 2024 ഈ മേഘാലയയിൽ പോലും ഉണ്ട്. പക്ഷേ അവിടെ എവിടെയും ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ പറ്റിയിട്ട് ഒരു പരാമർശമേ ഇല്ല. ഇത് തെറ്റാണെന്നോ അങ്ങനെ ഒന്നുമില്ല. ഇതൊക്കെയാണ് നമുക്കുള്ള തെളിവുകൾ. പക്ഷേ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിശുദ്ധ ഡോൺ ബോസ്കോ പോലുള്ളവർ പ്രവചിച്ചതായിട്ടുള്ള കോഴ്സും ഉണ്ട്. അപ്പം നാളെ നമ്മൾ കാണാൻ പോകുന്നത് പരിശുദ്ധ അമ്മ ഈ SSPXനെ പറ്റിയിട്ട് SSPX നമ്മുടെ ആർച്ച് ബിഷപ്പ് മാർസൽ ലെഫേവ് 4 ബിഷപ്പുമാരെ കോൺസെൻട്രേറ്റ് ചെയ്ത അതേ ദിവസം പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപിക്ക് നൽകിയ സന്ദേശമാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനസ് തേക്കും ബെനഡിക്താത്തുൻ മുളിയരിബൂസ് എറ്റ് ബെനഡിക്തൂസ് ഫ്രുക്തൂസ് വെന്ത്രീസ് തു യേസൂസ് Sancta Maria, Mother Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christe.